പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്റെ നിന്ദയെ നീക്കുന്ന ദൈവം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അപ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ചില നിന്ദകളെ ദൈവം മാറ്റുമ്പോൾ, ആ നിന്ദ മാറിക്കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും അനുഭവിക്കാത്ത സന്തോഷം മാത്രമല്ല, ആനന്ദം, ഉല്ലാസം, അത് മാത്രമല്ല, നീ മാത്രമല്ല, നിന്നിലൂടെ ദൈവം ചെയ്യുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവരും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. നിന്റെ നിന്ദയെ സ്വർഗത്തിലെ ദൈവം നീക്കിക്കളയും. ആ നിന്ദ മാറുമ്പോൾ നീ അതുവരെ അനുഭവിച്ച കണ്ണുനീരുകൾക്ക്, നീ അതുവരെ അനുഭവിച്ച വേദനകൾക്ക് ദുഃഖം മാറി സന്തോഷവും ഉല്ലാസവും നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ സംഭവിക്കും. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പൊ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം നീതിമാന്മാരുടെ കൂടാരത്തിൽ. അപ്പോൾ ഏത് കൂടാരത്തിലാണ് നിന്ന മാറി സന്തോഷവും ഉല്ലാസവും വരുന്നത്? നീതിമാന്റെ, വിശ്വസ്തനായിരിക്കുന്നവന്റെ. ലൂക്കോസ് വിശേഷം എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. ജാതിയിൽ നിന്നും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന് യേശുവിന്റെ ശിഷ്യനായി തീർന്ന ഒരു ദൈവഭക്തനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ 40-ൽ പരം എഴുത്തുകാരൻ ബൈബിൾ എഴുതി. പലയിടങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ്, ഒരേ ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തത് കോർത്തിണക്കി എഴുതി നമ്മുടെ കൺമുമ്പിൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനമാണ് ദൈവം. അപ്പൊ ഉല്ലാസവും സന്തോഷവും ഘോഷവും ഉണ്ടാകുന്നത് നീതിമാന്റെ കൂടാരത്തിൽ. ഉല്ലാസവും ജയത്തിന്റെ ഘോഷം ഉണ്ടാകുന്നത് വിശ്വസ്തനായ ഒരു ദൈവഭക്തന്റെ കൂടാരത്തിൽ. ലൂക്കോസ് വിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ ഉല്ലാസവും ജയവും കാണുന്ന, ജനനത്തിന്റെ സന്തോഷവും കാണുന്ന ഒരു കുടുംബം നമുക്ക് കാണാൻ കഴിയും. അത് സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബമാണ്. സക്കറിയാവിന്റെ എലിസബത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് അവർ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരുന്നു എന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എലിസബത്തും സക്കറിയാവും ആരായിരുന്നു, അവർ ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നു, അവരനുഭവിച്ച നിന്ദ എന്തായിരുന്നു? ആ വചനം ഇങ്ങനെ പറയുന്നു: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. അപ്പോൾ സക്കറിയാവും എലിസബത്തും ദൈവസന്നിധി, ഇരുവരും, ഒരാളല്ല രണ്ടുപേരും ഒരുപോലെ ദൈവസന്നിധി നീതിയുള്ളവരാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നിന്ദയുണ്ടോ, കഷ്ടമുണ്ടോ, ദുഃഖമുണ്ടോ? നീ ദൈവസന്നിധിയിൽ നീതിയോടുകൂടെ നിൽക്ക്. നീതിയോടുകൂടെ ദൈവസന്നിധി, നീതിയോടുകൂടെ നിൽക്ക്. നീതിയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നുവെങ്കിൽ നിന്റെ നിന്ന മാറി സന്തോഷവും ഉല്ലാസവും നിന്റെ ജീവിതത്തിൽ കാണുവാനും കേൾക്കുവാനും സന്തോഷിക്കാനും കഴിയും. ഇവരുടെ സ്വഭാവം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഇവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരുന്നു,
ദൈവസന്നിധി ന്യായങ്ങൾ അനുസരിക്കുന്നവരായിരുന്നു. മനസാക്ഷിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ കുറ്റം പറയത്തക്കവണ്ണം, ഇവരെ ജീവിതത്തിൽ ഇവരെ നോക്കി ഇവര് ശരിയല്ല, ഇവരെ സ്വഭാവം ശരിയല്ല എന്നും മറ്റുള്ളവർ തന്നെ നോക്കി പറയത്തക്കവണ്ണമുള്ള ഒരു ദുർശീലങ്ങളും അങ്ങനെയുള്ള ഒരു സ്വഭാവശീലങ്ങളും അവരിൽ ഇല്ലായിരുന്നു. അവർ കുറ്റമില്ലാത്തവരായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ. അടുത്തതായ വചനം പറയുന്നു, എലിസബത്ത് മച്ചിയായിക്കൊണ്ട് അവർക്ക് സന്തതി ഇല്ലാത്തതും ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ആ വചനത്തിൽ എലിസബത്ത് മച്ചിയായിക്കൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു, ഇരുവരും വയസ്സ് ചെന്നവർ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് ഇവർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവർ, ദൈവകൽപ്പന അനുസരിക്കുന്നവർ, ന്യായമായി ജീവിതത്തെ മുന്നോട്ട് പോകുന്നവർ. മനുഷ്യർക്ക് നോക്കി അവരുടെ ജീവിതത്തിലെ തെറ്റായ വശം പറയാനില്ല. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ തലമുറയില്ലാത്ത വിഷയത്തിൽ അവർക്കൊരു നിന്ദയുണ്ട്. കാരണം സക്കറിയാവ് ദൈവസന്നിധി പുരോഹിതനാണ്. സക്കറിയാവും എലിസബത്തും ദൈവസന്നിധിയിലെ വേലക്കാരാണ്. പക്ഷെ ഇവരെ നോക്കുമ്പോൾ ഇവർക്ക് സന്താനമില്ല. എന്തുകൊണ്ടായി നിന്ന വരുന്നേ? അവർ വാർദ്ധക്യമായി. ആ വചനത്തിൽ പറയുന്നുണ്ട് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അതുകൊണ്ട് വയസ്സായിട്ടും ദൈവസന്നിധി വിശ്വസ്തയോടും നീതിയോടും പരമാർത്ഥ ഹൃദയത്തോടും ദൈവകൽപ്പന അനുസരിച്ച് നിൽക്കുന്ന ഈ ദൈവ കുടുംബത്തിൽ ഒരു തലമുറയില്ല. തലമുറ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. കാരണം വയസ്സ് ചെന്നിരിക്കുക, രണ്ടുപേരും പ്രായമായി. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ നിന്ദയെ നീക്കുന്ന ദൈവമാണ്. സാഹചര്യമല്ല നിന്നെ വിടിവിക്കുന്നത്. സാഹചര്യം നോക്കി മനുഷ്യൻ പറയും സാധ്യമല്ല, നിന്റെ ജീവിതത്തിൽ ഇനി ഒരു ദൈവപ്രവൃത്തി നടക്കാൻ ഒരു ചാൻസുമില്ല. പക്ഷെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെയോ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. കാലങ്ങളിൽ വർഷങ്ങളായിട്ടും തലമുറയില്ലാതെ കരയുന്ന നിന്റെ ജീവിതത്തിന്റെ നിന്ദയെ ദൈവാത്മാ പറയുന്നു നീങ്ങിപ്പോവുകയാണ്. നീ ഒറ്റ കാര്യം, ദൈവസന്നിധിയിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നീതിയോടും വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും നീ ദൈവസന്നിധി ദൈവകൽപ്പന അനുസരിച്ച് ദൈവീക വചനപ്രകാരം നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ നിന്ദയെ നീക്കി നിന്ദിച്ചവരുടെ മുന്നിൽ നിനക്ക് എന്താ ഉണ്ടാകുന്നേ? നിനക്ക് സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. ഇവിടെ സക്കറിയാവിനോടും എലിസബത്തിനോടും ദൂതൻ പറയുന്നു, നിങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങൾക്കൊരു തലമുറ ലഭിക്കും. യോഹന്നാൻ എന്ന് പേരിടണം. നിങ്ങളുടെ ഭവനത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിനും നിന്ദകൾക്കും സന്തോഷവും ഉല്ലാസവും ആനന്ദവും ഉണ്ടാകും. അതുമാത്രമല്ല, തലമുറയുടെ ജനനത്തിങ്കൽ എല്ലാവരും സന്തോഷിക്കും. അതേ പ്രിയപ്പെട്ടവരെ, തലമുറയില്ലാത്തവരെന്നെ കേൾക്കുന്നു, നീ വിശ്വസിക്കുക. ദൈവസന്നിധി നീതിയോടും വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടെ നീ നിൽക്കുക. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അല്ല, നിന്റെ തലമുറയുടെ ഭാവി വിഷയമാണോ? നിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും സാമ്പത്തിക വിഷയമാണോ? നിനക്കൊരു നന്മ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഇത്ര വർഷമായില്ലേ വർഷം പറഞ്ഞ് നിന്നെ നിന്ദിക്കുകയാണോ? പേര് പറഞ്ഞ് നിന്ദിക്കുകയാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവസന്നിധി കുറ്റമില്ലാത്ത വ്യക്തിയായി നിൽക്കുക, നീതിയോടെ നിൽക്കുക, ദൈവകൽപ്പന അനുസരിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കുക. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. സക്കറിയാവും എലിസബത്തിന്റെയും വാർദ്ധക്യമായിട്ടും മറ്റുള്ളവർ തങ്ങളെ നോക്കി കുറ്റം പറയുന്നു, പുച്ഛിക്കുന്നു, നിന്ദിക്കുന്നു. പക്ഷേ ഇവർ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുകയാണ്. ആണ്ടിൽ ഒരിക്കൽ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നറുക്കു വീഴുമ്പോൾ സക്കറിയ പുരോഹിതൻ ആലയത്തിൽ പോയി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ സക്കറിയാവിന്റെ ദൈവജനത്തിനു വേണ്ടി തനിക്കൊരു നിന്ന മുന്നിലുണ്ട്. വാർദ്ധക്യമാണ്, തലമുറയിൽ നിന്ന് നിന്നയുണ്ട്. പക്ഷേ
നറുക്കു വീണ് ദൈവജനത്തിന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആലയത്തിൽ ചെന്ന് കണ്ണുകൾ ഉയർത്തി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ സക്കറിയാവിന്റെ വലതുഭാഗത്തൊരു ദൂതൻ ഇറങ്ങിയപ്പോൾ താൻ പെട്ടെന്ന് ഭയപരവശനായി. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കഴിഞ്ഞ നാളുകൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിന്ന മാറി സന്തോഷം വരാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു തലമുറ ലഭിക്കാൻ പോവുകയാണ്. ആ തലമുറയുടെ ജീവിതത്തിലെ ജനനത്തിങ്കൽ പോലും എല്ലാവരും സന്തോഷിക്കും. നിങ്ങളുടെ നിന്ന മാറി സങ്കടം മാറി നിങ്ങൾക്ക് സന്തോഷവും ഉല്ലാസവും ജയവും നിങ്ങളുടെ ഭവനത്തിൽ നടക്കാൻ പോവുകയാണ്. അതാ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ വൈകിയാലും വെളിപ്പെടും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം വിശ്വസ്തന്റെ കൂടാരത്തിൽ വൈകിയാലും വെളിപ്പെടും. ആരെയോ പരിശുദ്ധമ്മ ഈ വചനം തൊടുകയാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ വെളിപ്പെടും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം വിശ്വസ്തന്റെ കൂടാരത്തിൽ വെളിപ്പെടും. നീ ദൈവസന്നി വിശ്വസ്തയോടെ നിൽക്ക്, നീതിയോടെ നിൽക്ക്, പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്ക്. നിന്റെ സാഹചര്യം നോക്കി പലരും നിന്നെ പല വാക്കുകൾ, കുത്തുവാക്കുകൾ പറഞ്ഞ് നിന്നെ നിന്ദിക്കാം, പരിഹസിക്കാം. നീ അവിടെ തളർന്നു പോകരുത്. നീ ദൈവസന്നി ഉറച്ചു നിൽക്ക്, ധൈര്യമായിരിക്കുക. നീ വിശ്വസിക്ക്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. സക്കറിയാവും എലിസബത്തും ഭയപ്പെട്ടില്ല, അധൈര്യപ്പെട്ടില്ല, അവർ ഭാരപ്പെട്ടില്ല. അവർ ഉറച്ചു നിന്നു, വിശ്വസ്തരായി നിന്നു, ദൈവകൽപ്പന അനുസരിച്ചു. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം എലിസബത്ത് ഗർഭിണി എന്ന് കേട്ടപ്പോൾ തന്നെ നിന്ദിച്ച ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, അവർ ഇങ്ങനെ പറഞ്ഞു, എലിസബത്തിനോട് ദൈവം കരുണ തോന്നി. ചാർച്ചക്കാരിയായ നമ്മുടെ എലിസബത്തിനോട് ദൈവം അവളോട് കരുണ തോന്നി. അവൾ ഗർഭിണിയാണ്. ആ സന്തോഷം ഞങ്ങൾ ചെന്ന് കാണാൻ പോവുകയാണ്, ഞങ്ങളും ചെന്ന് കാണാൻ പോവുകയാണ്. അതെ, ദൈവം നിന്നോട് ഒരു ദൈവശബ്ദം അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നിന്ന മാറി, നിന്റെ കണ്ണുനീർ മാറി, നിനക്ക് ഞാൻ സന്തോഷം തരും, ഉല്ലാസം തരും. നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ചിലരുടെ നിന്നയെ ദൈവത്തിന്റെ ആത്മാവ് കീറിക്കളയുകയാണ്. നിന്നെ നോക്കി പറഞ്ഞിരിക്കുന്ന ചില രേഖകളെ സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകളെ, ചില നിന്ദകളെ ദൈവം മാച്ചു കളയുകയാണ്. നിന്നെ നിന്ദിച്ചവരുടെ മുന്നേ നിന്നെ മാനിച്ചുയർത്തി. ഏത് വിഷയത്തിലാണോ നീ നിന്ന അനുഭവിച്ചത്, ആ വിഷയത്തിൽ നീ സന്തോഷം കാണാൻ പോവുകയാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുടെ ദൈവസന്നിധി വിശ്വസ്തയുടെ നിൽക്ക. ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ ഏതു മേഖലയിലാണ്, ആരാണ് നിന്നെ നിന്ദിക്കുന്നത്? നീ ജോലി സ്ഥലം ചെയ്യുന്ന ഇടത്ത് നിന്ദിക്കപ്പെടുന്നുണ്ടോ? എത്ര തന്നെ നീ വിശ്വസ്തയുടെ ജോലി ചെയ്താലും നിന്നെ നിന്ദിക്കുകയാണോ? നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട. നീ കർത്താവിൽ വിശ്വസ്തരായി നിൽക്കുക, നീതിയോടെ നിൽക്കുക. നിന്നെ ഏൽപ്പിച്ച വിശ്വസ്തയോടെ ചെയ്യുക. നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ഭവനത്തിലാണോ എന്തു ചെയ്താലും നിന്നെ കുറ്റപ്പെടുത്തുകയാണോ? ദൈവസഭയിലാണോ? കോളേജിലാണോ? നിന്റെ ജോലി സ്ഥലത്താണോ? നീ എവിടെയാണോ നിന്ന് അനുഭവിക്കുന്നത്? നിന്ദിച്ചവരുടെ നടുവിൽ നീ വിശ്വസ്തയോടെ നിൽക്ക്. നീ ദൈവകൽപ്പനകൾ കേട്ട് നീതിയോടെ നിൽക്ക്. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ തന്നെ ദൈവം നിന്നെ മാനിച്ചുയർത്തുന്ന ദൈവമാണ്. ഈ ദൈവശബ്ദം ആരെയോ തൊടുന്നുണ്ട്. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. രോഗികളായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ രോഗത്താൽ നിന്നെ നിന്ദിക്കപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ നിന്ദയെ നീക്കി, നിന്റെ നിന്ദയെ ഉരുട്ടിക്കളഞ്ഞ് നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടോ? നിന്ന നീ അനുഭവിക്കുന്നു. നിന്നയെ ദൈവം ഉരുട്ടിക്കളഞ്ഞ് നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. ഈ തിരുവചന പ്രകാരം നിങ്ങൾ വിശ്വസിക്ക്, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഇവരുടെ നിന്ന മാറിപ്പോകട്ടെ, ഇവരെ നിന്ന മാറിപ്പോകട്ടെ, ഇവരെ നിന്ന മാറി ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ, സന്തോഷത്തിന്റെ ഘോഷം ഇവരുടെ കൂടാരങ്ങൾ, കോളേജുകളിൽ, ഇവരനുഭവിക്കുന്ന സ്ഥാപനങ്ങളിൽ വെളിപ്പെടട്ടെ, തലമുറയിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.